നമസ്കാരം. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശിനി വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിലും നിറയുന്നത് വഴിവിട്ട സൗഹൃദമാണെന്നതാണ് സൂചനകൾ. ഏറെ ദുരൂഹതകൾ ഇപ്പോഴും ഈ കേസിലുണ്ട്. അമ്പലപ്പുഴ കരൂർ പുതുവൽ സ്വദേശി ജയചന്ദ്രനെയാണ് കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജയചന്ദ്രന്റെ കുറ്റസമ്മതമൊഴി പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. എന്നാൽ നിരവധി ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ സംഭവം ഉയർത്തുകയും ചെയ്യുന്നു. ജയചന്ദ്രന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഏറെയാണ്. ജയചന്ദ്രന് അപ്പുറത്തേക്ക് പ്രതികളുണ്ടോ എന്ന സംശയവും സജീവം. വിജയലക്ഷ്മി ഇടുക്കി സ്വദേശിയെയാണ് വിവാഹം ചെയ്തിരുന്നത്. പിന്നീട് ഭർത്താവുമായി പിണങ്ങി കരുനാഗപ്പള്ളിയിലെ വീട്ടിലേക്ക് ഇവർ താമസം മാറ്റി. ഇവർക്ക് 2 മക്കളുണ്ട്. വിവാഹമോചിതയാണെന്നാണ് സൂചനകൾ. ഒറ്റയ്ക്ക് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇതിനിടെ അമ്പലപ്പുഴ സ്വദേശി ജയചന്ദ്രനുമായി പരിചയപ്പെടുകയായിരുന്നു. 4 ദിവസം മുമ്പ് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിലെത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പിന്നീട് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വഴക്കിട്ടുവെന്നാണ് നിഗമനം. ജയചന്ദ്രന്റെ വീട്ടിൽ ഭാര്യയും മകനുമുണ്ട്. അതുകൊണ്ട് തന്നെ ജയചന്ദ്രന്റെ ഈ വിശദീകരണത്തിൽ പോലീസിന് സംശയമുണ്ട്. ഏതായാലും ജയചന്ദ്രൻ പറഞ്ഞ വഴിയെ പോകുകയാണ് പോലീസ്. വിജയലക്ഷ്മിക്ക് വന്ന ഒരു ഫോൺ കോളിന്റെ പേരിലാണ് ഇരുവരും വഴക്കിട്ടതെന്നാണ് സൂചന. തുടർന്ന് പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്നും വീടിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ടെന്നുമാണ് നിഗമനം. ജയചന്ദ്രൻ ബോട്ടിലെ തൊഴിലാളിയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 1.5 വർഷം മുമ്പാണ് ജയചന്ദ്രനും കുടുംബവും കരൂരിലെ വീട്ടിലേക്ക് മാറിയത്. ജയചന്ദ്രന് ഭാര്യയും മകനുമുണ്ട്. ശനിയാഴ്ച തന്നെ ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് കുടുംബം പറയുന്നു. ജയചന്ദ്രന്റെ വീടിന് സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വസ്ത്രം കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജയചന്ദ്രന് നാട്ടുകാരുമായി വലിയ സൗഹൃദമില്ല. വിജയലക്ഷ്മിയെ കുറച്ചു ദിവസമായി കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് KSRTC ബസ്സിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധനയാണ് നിർണായകമായത്. അതേസമയം വിജയലക്ഷ്മിയെ താൻ കൊലപ്പെടുത്തിയതാണെന്നാണ് ജയചന്ദ്രൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യം സിനിമ പലതവണ താൻ കണ്ടിട്ടുണ്ടെന്നും ജയചന്ദ്രൻ പറയുന്നു. ജയചന്ദ്രന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെയും കൂട്ടി കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിൽ പരിശോധന നടത്തി. ജയചന്ദ്രന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നു. യുവതിയെ കൊന്ന് കുഴിച്ചുമൂടിയെന്ന് ജയചന്ദ്രൻ പോലീസിന് മൊഴി നൽകി. പോലീസിൽ പരാതി നൽകിയത് ബന്ധുവാണ്. ജയചന്ദ്രനുമായി വിജയലക്ഷ്മി അടുത്ത സൗഹൃദത്തിലായിരുന്നു. മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നും ജയചന്ദ്രന്റെ മൊഴിയിലുണ്ട്. യുവതിയുടെ മൊബൈൽ ഫോൺ ജയചന്ദ്രൻ KSRTC ബസ്സിൽ ഉപേക്ഷിച്ചതാണ് പോലീസിന് സംശയത്തിന് ഇടയാക്കിയത്. കാണാതായ യുവതിയുടെ മൊബൈൽ ഫോൺ എറണാകുളത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ KSRTC ബസ്സിൽ നിന്നാണ് കണ്ടെത്തുന്നത്. കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൈമാറിയത്. തുടർന്ന് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്നാണ് ജയചന്ദ്രനിലേക്ക് എത്തിയത്. വിജയലക്ഷ്മി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തൊഴാനെത്തുകയും അമ്പലപ്പുഴ പുറക്കാട് പഞ്ചായത്തിലെ ജയചന്ദ്രന്റെ വീട്ടിൽ പോവുകയും ചെയ്തിരുന്നു. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായതായും തുടർന്ന് ജയചന്ദ്രൻ ഇവരെ കൊന്ന് കുഴിച്ചുമൂടുകയും ചെയ്തതാകാമെന്നാണ് പോലീസ് നിഗമനം. കരുനാഗപ്പള്ളി പോലീസ് തിങ്കളാഴ്ച വൈകിട്ട് പ്രാഥമിക പരിശോധനകൾ നടത്തിയിരുന്നു. നന്ദി.